സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഗൃഹത്തിന്റെ താക്കോൽ സൂക്ഷിക്കാൻ ഉചിതമായ സ്ഥാനം ഏതാണ്? അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ഗൃഹത്തിന്റെ താക്കോൽ ഞാൻ ഈ പറയുന്ന സ്ഥാനങ്ങളിൽ നിങ്ങൾ സൂക്ഷിക്കുമെങ്കിൽ അത് നമ്മുടെ ഗൃഹത്തിന് വലിയ ഐശ്വര്യം നേടിത്തരും എന്നുള്ളതാണ്. പലപ്പോഴും താക്കോലുകൾ നമ്മൾ തെറ്റായ സ്ഥാനങ്ങളിൽ തെറ്റായ രീതികളിലായിരിക്കാം ഉപയോഗിക്കുന്നത്. ഇത് വാസ്തുദോഷത്തെ അല്ലെങ്കിൽ വാസ്തുഭാഗ്യത്തിന് വിപരീതമായ ആ ഒരു ശക്തിയെ ആയിരിക്കും നമ്മുടെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് ഊർജം നമ്മുടെ പുരോഗതിക്ക് ഒരു തടസ്സമായി പലപ്പോഴും മാറാം. അപ്പോൾ താക്കോലുകൾ എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? അറിയാം ആ അറിവുകളെ കുറിച്ച്. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഓരോ വീടും വളരെ സുരക്ഷിതമായി അടച്ചുറപ്പോടുകൂടി വെക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് താക്കോൽ എന്ന് പറയുന്നത്. താക്കോൽ എന്ന് പറയുന്നത് കേവലം ഒരു ലോഹകഷ്ണം മാത്രമല്ല, നമ്മുടെ സുരക്ഷിതത്വത്തിന്റെയും അതുപോലെ തന്നെ സമ്പത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് താക്കോലിനെ നമുക്ക് കാണുവാൻ സാധിക്കുക. കുബേർ കുഞ്ചി എന്ന ഒരു സംഗതിയുണ്ട്. അത് ഈ താക്കോലിന്റെ രൂപത്തിലാണുള്ളത്. കുബേരൻ തന്റെ സമ്പത്ത് മുഴുവൻ വെച്ച് പൂട്ടിയിരിക്കുന്ന ആ ഖജനാവിന്റെ താക്കോലായിട്ടാണ് ഈ കുബേർ കുഞ്ചിയെ കണക്കാക്കി പോരുന്നത്. ആ രീതിയിൽ ആരാധനയ്ക്ക് പോലും ഇങ്ങനെ താക്കോലുകൾ പാത്രമാകുന്നുണ്ട്. അത്ര വിശേഷപ്പെട്ട താക്കോലിനെ നമ്മൾ എത്ര കെയർലെസ് ആയിട്ടാണ്, നമ്മൾ എത്ര നിസ്സാരമായിട്ടാണ് നോക്കിക്കാണുന്നത് അല്ലെ? അപ്പോൾ താക്കോലിനെ നമ്മൾ അങ്ങനെ നിസ്സാരമായി നോക്കിക്കാണേണ്ടുന്ന ഒന്നല്ല. അതിന് അതിൻ്റെതായ ബഹുമാനവും അർഹമായ സ്ഥാനവും നമ്മൾ കൃത്യമായി നൽകേണ്ടതുണ്ട്. അങ്ങനെ നൽകിയാൽ നമ്മുടെ ജീവിതത്തിൽ ആ താക്കോൽ സൂക്ഷിക്കുന്നതിലൂടെ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. വാസ്തുശാസ്ത്രം ചില ദിശകൾക്ക് പ്രത്യേകമായ ഊർജം നൽകുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള ഊർജത്തെ കൃത്യമായി നമ്മുടെ ഗൃഹത്തിനുള്ളിൽ വിലയം ചെയ്യുവാനും അതിലൂടെ നമുക്ക് ഐശ്വര്യം എങ്ങനെ വർദ്ധിപ്പിക്കാം, നേടാം എന്നൊക്കെയാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇങ്ങനെ പല ദിശകളിൽ നിന്ന് വരുന്ന എനർജിയെ കൃത്യമായി നമ്മുടെ ഗൃഹത്തിൽ സമ്മേളിപ്പിക്കുന്നതിന് വാസ്തുശാസ്ത്രം പല നിബന്ധനകളും നിയമങ്ങളും പറയുന്നുണ്ട്. ഈ വിധത്തിൽ നമ്മുടെ ഗൃഹത്തിലേക്കുള്ള ആ ഊർജത്തെ പോസിറ്റീവ് ഊർജമാക്കി പരുവപ്പെടുത്തുന്നതിന് താക്കോലുകൾ ഒരു പരിധി വരെ പലപ്പോഴും സഹായിക്കും. അത് ഉചിതമായ സ്ഥാനത്ത് സൂക്ഷിക്കുമെങ്കിൽ. താക്കോലുകൾ നമ്മുടെ ഗൃഹത്തിന്റെ ഏത് സ്ഥാനത്താണ് സൂക്ഷിക്കേണ്ടത് എന്നറിയാമോ? ഉചിതമായ സ്ഥാനം നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് പടിഞ്ഞാറേ കോണാണ്, അല്ലെങ്കിൽ വായുമൂലയാണ്. വായുമൂല എന്നത് സ്ഥിരതയുടെയും സുരക്ഷിതത്വത്തിന്റെയും ആ ഒരു കോണായിട്ടാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇവിടെ നമ്മൾ ഈ താക്കോൽ സൂക്ഷിക്കുന്നത് സ്ഥിരമായി സമ്പത്ത് നിലനിൽക്കാനും സുരക്ഷ നിലനിൽക്കുവാനും സാമ്പത്തിക ഭദ്രത ഉണ്ടാകുവാനും നമ്മെ സഹായിക്കും. എന്നാൽ ചില ദിശകളിൽ, ചില ദിക്കുകളിൽ ഉറപ്പായും താക്കോൽ സൂക്ഷിക്കുവാനും പാടില്ല. അതിലൊന്നാണ് വടക്ക് കിഴക്കേ മൂല, അതായത് ഈശാന മൂല. നമ്മുടെ ഗൃഹത്തിലേക്ക് സർവ്വ ഊർജവും കടന്നു വരുന്ന ഒരു ദിക്കാണത്. ഈ ഒരു സ്ഥാനം പൂജാമുറിക്കും ധ്യാനത്തിനും ജപത്തിനും ഒക്കെ തന്നെ വിശേഷപ്പെട്ട സ്ഥലമാണ്. ഇവിടെ നമ്മൾ താക്കോലുകൾ സൂക്ഷിക്കുവാൻ പാടില്ല. അതായത് നമ്മുടെ ഗൃഹത്തിന്റെ താക്കോലുകൾ സൂക്ഷിക്കുവാൻ പാടില്ല. അങ്ങനെ സൂക്ഷിക്കുമെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ഊർജത്തെ അത് പല രീതിയിൽ ബാധിക്കാം. അതുപോലെ കിഴക്ക് ദിശയും താക്കോലുകൾ സൂക്ഷിക്കുവാൻ ഉചിതമായ സ്ഥാനമായിട്ട് വാസ്തു പറയുന്നില്ല. മറ്റ് ദിശകൾ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് താക്കോൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ദോഷകരമായിട്ട് വാസ്തു പറയുന്നില്ല. എന്നിരിക്കലും ഏറ്റവും മികച്ച ഫലം ലഭിക്കുവാന് ആ വടക്ക് പടിഞ്ഞാറ് കോൺ അല്ലെങ്കിൽ വായുമൂല തന്നെയാണ് ഏറ്റവും ഉത്തമ സ്ഥാനമായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നത്. ഓരോ മുറിയുടെയും താക്കോലുകൾ വെവ്വേറെ സൂക്ഷിക്കുവാന് അതാത് മുറികളുടെ വായുമൂല വരുന്ന ഭാഗം, അതായത് വടക്ക് പടിഞ്ഞാറ് കോൺ വരുന്ന ഭാഗത്ത് ഓരോ കീ ഹോൾഡർ സ്ഥാപിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. ഇങ്ങനെ താക്കോലുകൾ വെവ്വേറെ നമ്മൾ സൂക്ഷിക്കുന്നത് താക്കോലുകൾ കുഴഞ്ഞു മറിയാതിരിക്കുവാൻ സഹായിക്കും. വെവ്വേറെ തിരിച്ചറിയുവാനും എളുപ്പത്തിൽ കണ്ടെത്തുവാനും നമുക്കത് സാധിക്കും. അടുക്കും ചിട്ടയുമുള്ള ഗൃഹാന്തരീക്ഷം എപ്പോഴും പോസിറ്റീവ് ഊർജമായിരിക്കും നമുക്ക് സമ്മാനിക്കുക. അതിന്റെ ആദ്യപടി താക്കോലുകൾ ഇങ്ങനെ വെവ്വേറെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ജ്യോതിഷപരമായും താക്കോലുകൾക്ക് ചില പ്രാധാന്യമുണ്ട്. താക്കോല് പലപ്പോഴും ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിക്കുന്നതല്ലേ. ജ്യോതിഷത്തിൽ ഇരുമ്പിന് ശനിയുടെ ധാതുവായിട്ടാണ് കൽപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശരിയായ ഈ പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ താക്കോല് സൂക്ഷിക്കുന്നത് ശനിദേവന്റെ പ്രീതിക്ക് കാരണമാകും. ശനിദേവന്റെ അനുഗ്രഹം ലഭിക്കുന്നതിലൂടെ സർവ്വ ദോഷങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും സാമ്പത്തിക തടസ്സങ്ങളും പ്രയാസങ്ങളും അകന്നു പോകും. ജീവിതത്തിൽ സന്തോഷവും സുഖവും സമാധാനവും ഇങ്ങനെ ഉചിത സ്ഥാനത്ത് കീ ഹോൾഡർ സ്ഥാപിച്ചുകൊണ്ട് വെവ്വേറെ താക്കോലുകൾ സൂക്ഷിക്കുന്നതിലൂടെ
കൈവന്നു ചേരും. ഇനി നമ്മുടെ ഗൃഹത്തിന്റെ മറ്റു താക്കോലുകളൊക്കെ തന്നെ നമ്മൾ കൂട്ടിക്കലർത്തി ഉപയോഗിച്ചാലും ഉറപ്പായും നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന്റെ താക്കോല് എപ്പോഴും അത് ഒറ്റയായിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുക. ആ ഒരു താക്കോലിനോട് ചേർത്ത് മറ്റു താക്കോലുകൾ നമ്മൾ സൂക്ഷിക്കാതിരിക്കുക. ഇപ്പൊ ചിലരുടെയൊക്കെ കൈകളിൽ ആ ഒരു പ്രധാന താക്കോലിനോടൊപ്പം ഗൃഹത്തിലെ മറ്റു മുറികളുടെ താക്കോലുകൾ, ഗേറ്റിന്റെ താക്കോല്, വാഹനത്തിന്റെ താക്കോല്, ഏതെങ്കിലും അലമാരയുടെയോ അതുപോലെയൊക്കെയുള്ള ഷെൽഫിന്റെ ഒക്കെ താക്കോലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു രീതി നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കും. ഒരിക്കലും നമ്മുടെ പ്രധാന വാതിലിന്റെ താക്കോല് അതിനെ വേറിട്ട് തന്നെ നിർത്തുക, അതിനെ ഒറ്റയ്ക്കായി തന്നെ നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽ എപ്പോഴും വൃത്തിയോടും ശുദ്ധിയോടും കൂടി തന്നെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽപ്പടി കടന്നാണ് മഹാലക്ഷ്മി ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത്. മറ്റൊരു സ്ഥാനത്തിലൂടെയുമല്ല മഹാലക്ഷ്മി ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്രധാന വാതിൽ വഴി മാത്രമേ ദേവി പ്രവേശിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വാതിൽ തുറക്കുമ്പോൾ ശബ്ദമുണ്ടാകുക, തകർന്ന ലോക്ക്, അതുപോലെ തന്നെ തകർന്ന ഇഞ്ചസ്, ഇതൊക്കെ ഉള്ള കതകുകള് അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ കതകുകള്, ഇതൊക്കെ വാസ്തുദോഷം നമുക്ക് സമ്മാനിക്കും. ഇതൊക്കെ കൃത്യമായ രീതിയിൽ പരിഹരിച്ച് തന്നെ വെക്കുക. സന്ധ്യാസമയങ്ങളിൽ, അതായത് പ്രഭാതത്തിലും സായാഹ്നത്തിലും വിളക്ക് വയ്ക്കുന്ന ആ ഒരു സന്ദർഭങ്ങളിൽ കുറച്ച് സമയം, അതായത് ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമ്മുടെ ഗൃഹത്തിൽ കതക് തുറന്നിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അപ്പോഴാണ് മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത്. ദേവി നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ സമയം നമ്മൾ വാതിൽ അടച്ചിടാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ വാസ്തുശാസ്ത്രം അനുസരിച്ച് ആ ഒരു പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങളാണ്. ഇത് നമ്മൾ കൃത്യമായി പാലിക്കണം. പലരും താക്കോൽ കതകിന്റെ കീഹോളിൽ തന്നെ എപ്പോഴും സൂക്ഷിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇതും വാസ്തുശാസ്ത്രം അനുസരിച്ച് ദോഷപ്രദമാണ്. താക്കോലുകൾ നമ്മൾ ഉപയോഗിക്കാത്ത സന്ദർഭങ്ങളിൽ അതിനെ കീ ഹോൾഡറിൽ തന്നെ സൂക്ഷിക്കുക. ഈ പ്രധാന വാതിൽ നമ്മൾ പൂട്ടി പുറത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ പോലും ആ പ്രധാന താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ട് വാസ്തു നിർദ്ദേശിക്കുന്നത്. അല്ല, നമുക്ക് കൈമാറ്റം ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഉറപ്പായും അത് നമുക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തിയെ തന്നെ ഏൽപ്പിക്കണം എന്നുള്ളതാണ്. അതിപ്പോൾ വാസ്തു പറഞ്ഞില്ല എങ്കിൽ പോലും നമുക്കറിയാം അല്ലേ. ഇനി പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഗൃഹം പൂട്ടിയിട്ട് ആ താക്കോല് നമ്മുടെ ചവിട്ടിയുടെ അടിഭാഗത്തോ ചെടിച്ചട്ടിയുടെ അടിഭാഗത്തോ ചെടിക്കിടയിലോ ഒക്കെ സൂക്ഷിച്ചതിന് ശേഷം നമ്മൾ ഗൃഹം വിട്ടുപോകും. ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. സുരക്ഷാ വീഴ്ച ഉണ്ടാകും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. എന്നാൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് ഇങ്ങനെ താക്കോലുകൾ ചവിട്ടി തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് ഒളിപ്പിക്കുന്നത് അല്ലെങ്കിൽ മറച്ചു വെക്കുന്നത് വാസ്തുദോഷത്തെ നേടിത്തരും. ഇനി വാസ്തുശാസ്ത്രം അനുസരിച്ച് ഡിജിറ്റൽ ലോക്കുകൾ ഉപയോഗിക്കുന്നതും ഐശ്വര്യപ്രദമാണ്. ഇപ്പൊ പലർക്കും ഒരു സംശയം തോന്നാം, വാസ്തുശാസ്ത്രം ഉണ്ടായ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ലോക്കുകൾ ഇല്ലല്ലോ, അപ്പോൾ അതേക്കുറിച്ച് പരാമർശമുണ്ടോ? വാസ്തുശാസ്ത്രം പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ സുരക്ഷയാണ്. താക്കോലുമായി ബന്ധപ്പെട്ട് ഇത്രത്തോളം നിയമാവലികൾ വാസ്തുശാസ്ത്രം പറയുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളപ്പോ ഡിജിറ്റൽ ലോക്കുകളിൽ താക്കോലില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. മാത്രമല്ല, താക്കോൽ ഉപയോഗിച്ച് തുറക്കുന്ന ലോക്കുകളെക്കാൾ സുരക്ഷ വളരെയധികം കൂടിയ ലോക്കുകളാണ് ഡിജിറ്റൽ ലോക്കുകൾ. അങ്ങനെയുള്ളപ്പോൾ അത് വാസ്തു ഭാഗ്യത്തെ നേടിത്തരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ താക്കോൽ എന്ന് പറയുന്നത് വെറും ഒരു ഇരുമ്പ് ഉപകരണം മാത്രമല്ല, അത് നമ്മുടെ സ്വപ്നത്തിന്റെയും സമ്പാദ്യത്തിന്റെയും ഒക്കെ തന്നെ പ്രതീകമാണ്, ഒപ്പം ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ്. അങ്ങനെയുള്ള താക്കോലിന് നമ്മൾ ബഹുമാനപൂർവ്വം അതിനെ വളരെയധികം കാര്യക്ഷമമായി നോക്കിക്കാണുമെങ്കിൽ ലക്ഷ്മി കടാക്ഷവും വാസ്തുഭാഗ്യവും അനവധി മറ്റ് സൗഭാഗ്യങ്ങളും നേടുന്നതിന് നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മുടെ വിലപ്പെട്ട വസ്തുക്കളൊന്നും തന്നെ നഷ്ടമാകാതെ നമ്മിൽ തന്നെ നിലനിൽക്കുന്നതിനും ഈ വിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്നത് സഹായിക്കും. ഇതുപോലെ വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾക്ക് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.